48 തരം വെറൈറ്റി ദോശകളൊക്കെ കിട്ടുന്ന ഒരു സ്പോട്ട് കണ്ടാലോ. അപ്പം ഞാൻ പറഞ്ഞേക്കുന്ന 10 റിയാലിന്റെ മൈസൂർ മസാല ദോശയാണ് കേട്ടോ. അതിൻ്റെ കൂടെ നല്ല ചൂട് ചായയും ഉഴുന്നുവടയും. ഞാൻ സാധാ മസാല ദോശയൊക്കെ നമ്മൾ കഴിച്ചിട്ടുണ്ട്. ഈ മൈസൂർ മസാല ദോശയെ പറ്റി ഒരു ഐഡിയ ഇല്ല കേട്ടോ. പക്ഷെ ഞാൻ കഴിച്ചു നോക്കിയപ്പോൾ തന്നെ ഞാൻ ഫ്ലാറ്റായി. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ബീഫ് ഫ്രൈ അതിന് വെറും 14 റിയാലേ ഉള്ളായിരുന്നു കേട്ടോ. അപ്പം ഞാനിത് ദോശയുടെ കൂടെ തന്നെയാണ് കേട്ടോ കഴിച്ചത്. ആ ഒരു മസാല ദോശയ്ക്കകത്തൊരു ബീഫ് ഫ്രൈയും കൂടെ വെച്ച് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് വേറെ ലെവലല്ലേ. സാധാരണ നമ്മൾക്കാണെങ്കിൽ പൊറോട്ടയാണ് ഇഷ്ടം, പക്ഷെ ഞാനൊന്ന് മാറ്റി പിടിച്ചതാണ് കേട്ടോ. ആ ഒരു മസാലയും ആ ബീഫ് ഫ്രൈയും നല്ല രസമുണ്ടായിരുന്നു, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. ആ ഒരു ബീഫ് ഫ്രൈ ഭയങ്കര ടെൻഡർ ആയിരുന്നു. കാണുമ്പോൾ തന്നെ നമുക്കറിയാം അത് കിഡിലോസ്കി സംഭവമാണെന്ന്. ആ ഒരു ടെക്സ്ചർ കാണുമ്പോൾ നമുക്കറിയാമല്ലോ. അങ്ങനായിരുന്നു അതിൻ്റെ ഒരു മൊത്തത്തിലുള്ള ഒരു ലുക്ക്. പിന്നെ പറഞ്ഞത് സിംഗർ ക്ലബ്ബാണ് കേട്ടോ. 15 റിയാൽ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇവിടെ എല്ലാത്തരം ഫുഡും അവൈലബിൾ ആണ് കേട്ടോ. നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യ എല്ലാ തരം ഫുഡും അവൈലബിൾ ആണെന്ന് എനിക്ക് മനസ്സിലായത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഈ സിംഗർ ക്ലബിന്. നല്ല സോഫ്റ്റ് ബ്രെഡ് ആയിരുന്നു. പിന്നെ ഫ്രൈഡ് ചിക്കൻ അകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. മയോണൈസും ആ ടൊമാറ്റോ സോസൊക്കെ നമുക്ക് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയാണല്ലോ. പിന്നെ ഇത് ഇവരുടെ സിഗ്നേച്ചർ ഡിഷാണ് കേട്ടോ. ചെന്നൈ ദം ബിരിയാണിയാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. സാധാ ബിരിയാണി പോലെ അല്ല കേട്ടോ. ഞാനാണെങ്കിൽ നമ്മുടെ മലബാർ ബിരിയാണി വിട്ടൊരു കളിയില്ലാത്ത ഒരാളായിരുന്നു. പക്ഷേ ഇത് കഴിച്ചതിന് ശേഷം സത്യം പറയാമല്ലോ, ഞാൻ ഫസ്റ്റ് ടൈം കഴിക്കുന്നതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിരുന്നു. ആ മസാലയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരുന്നു. വീക്കെൻഡ്സ് ഒക്കെ വരുവാണെങ്കിൽ വെറും 10 റിയാലേ ഉള്ളൂ കേട്ടോ ഈ ഒരു ബിരിയാണിക്ക് കേട്ടോ. ഇത് ഇവരുടെ സ്പെഷ്യൽ ഡ്രിങ്ക്സ് ആണ് കേട്ടോ. ഈ ഒരു ഡ്രിങ്ക്സിനെ പറ്റി എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. അതെന്താ ഒന്നും പറയാനില്ലാത്തതെന്ന് നിങ്ങൾക്ക് തോന്നിക്കാണുമില്ലേ. എൻ്റെ ഈ മുഖത്തെ ഭാവങ്ങളൊക്കെ കണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും ഇതിന്റെ ഒരു റേറ്റിംഗ് എങ്ങനെ ഉണ്ടെന്ന്. സംഭവം കിടിലനായിരുന്നു ഗൈസ്. അത്രയ്ക്ക് ടേസ്റ്റ് ആയിരുന്നു. ഇവിടെ വരുവാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഇവരുടെ ഈ ഡ്രിങ്ക്സ് ഇവരുടെ സ്പെഷ്യൽ ഡ്രിങ്ക്സ് ആണ് കേട്ടോ. അപ്പോൾ അതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാ ഫുഡിനും നല്ല അഫോർഡബിൾ റേഞ്ചിലാണ് കേട്ടോ ഇവരിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ പുതിയ മാനേജ്മെന്റിന്റെ കീഴിലൊക്കെ വന്നേക്കുവാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല കിഡിലോസ്കി ഫുഡൊക്കെയാണ് ഇവർ ഓഫർ ചെയ്യുന്നത് കേട്ടോ. അതുമല്ല ഇവരുടെ ഫസ്റ്റ് ഫ്ലോറിൽ ഇതുപോലെ ഒരു പാർട്ടി ഹാളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് എന്തെങ്കിലും സെലിബ്രേഷൻസോ എന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വന്നാൽ മതി കേട്ടോ. നമ്മുടെ ഇവിടുത്തെ ബൊഫേ സെലക്ട് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഹാളിന്റെ ചാർജ് ഫ്രീ ആയിരിക്കും കേട്ടോ. അടിപൊളി ആംബിയൻസ് ആയിരുന്നു. അതുമല്ല പാർക്കിംഗ് ഫെസിലിറ്റീസ് ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. അതുമല്ല തലാബത്ത്, കീറ്റ, സ്നൂനു, റഫീഖിലൊക്കെ ഓർഡർ പ്ലേസ് ചെയ്യാൻ കേട്ടോ. അപ്പൊ ലൊക്കേഷൻ വന്നിട്ട് ഇഡ്ലി സ്റ്റേഷനാണ്, അസീസിയിലാണ്. അപ്പൊ അസീസിയിൽ ഉള്ളിൽ തന്നെ ആരെങ്കിലും ഓർഡർ ചെയ്യുവാണെങ്കിൽ ഡെലിവറി ഫ്രീ ആണ് കേട്ടോ.